ഓക്കെ, അപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് ഫിസിക്സ്. നമ്മുടെ അറിയാം നീറ്റിലെ എക്സാംസിലെ ഫിസിക്സ് ഒക്കെ പറഞ്ഞാൽ കുറച്ചും കൂടെ കുറച്ച് ഡയറക്റ്റീവ് തന്നെയാണ്. ഡയറക്റ്റ് ആയിട്ടുള്ള കുറെ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ നമുക്കാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, ആൻസർ കീ മാത്രം നോക്കി പോകാം. കാരണം നിങ്ങൾ ചെയ്ത് ശരിയാണോ അല്ലെങ്കിൽ എങ്ങനെ ശരിയാക്കാമായിരുന്നു മാത്രം ചെക്ക് ചെയ്യാനുള്ളതാണ്. ഫർദർ ആയിട്ട് എന്ത് ചെയ്യാം, ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റൊരു വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ കോഡിന്റെ P4 ആണ് നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ കോഡ്. സോ ആ P4ന്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മുതലാണ് നമുക്ക് എന്താ പറയുക ഫിസിക്സ് അറിയാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എന്താണ്, ഫൈൻഡ് ദ ആംഗിൾ ഓഫ് എമർജൻസ് അല്ലെ, വാല്യൂ ഓഫ് ദി ആംഗിൾ ഓഫ് എമർജൻസ് ഫ്രം ദ പ്രിസം ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പ്രിസത്തിന്റെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു നമ്മുടെ റേയുടെ എന്താണ് എമർജൻസ്, ആംഗിൾ ഓഫ് എമർജൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം sin i sin r ഒക്കെ വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാ, √3 തന്നിട്ടുണ്ട്. അതേപോലെ ആംഗിൾ, പ്രിസത്തിന്റെ ആംഗിൾ തന്നിട്ടുണ്ട് 16 തന്നിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഇവിടെ പറഞ്ഞാൽ ആംഗിൾ ഓഫ് എമർജൻസ് എത്രയാണ് വരുന്നത്, നമുക്ക് വരുന്നത് 60 ആണ് ആംഗിൾ ഓഫ് എമർജൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ 60 ആണ് നമ്മുടെ ആംഗിൾ ഓഫ് എമർജൻസ്. സോ അടുത്ത് നോക്കുകയാണെങ്കിൽ എന്താണ് അടുത്ത് ചോദിക്കുന്നത്, ദ ലെൻസ് ഓഫ് ലാർജ് ഫോക്കൽ ലെങ്ത് ആൻഡ് ലാർജ് അപ്പർച്ചർ അല്ലേ ഈസ് ബെസ്റ്റ് സ്യൂട്ടഡ് ആസ് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് ആൻ ആസ്ട്രോണമിക്കൽ ടെലിസ്കോപ്പ് സിൻസ്. അത് എന്തുകൊണ്ടാണ് നമ്മൾ ബെസ്റ്റ് ലാർജ് ഫോക്കൽ ലെങ്ത്, ലാർജ് എന്താ പറയുക അപ്പർച്ചർ ഒക്കെ കൊടുക്കുന്നത്, നമുക്ക് പവർ മോർ ആയിട്ട് ഗ്യാദർ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. സോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ദ ലാർജ് അപ്പർച്ചേഴ്സ് കോൺട്രിബ്യൂട്ട്സ് ദ ക്വാളിറ്റി ആൻഡ് വിസിബിലിറ്റി ഓഫ് ദി ഇമേജസ്, ട്രൂ ആണ്. അതേപോലെ തന്നെ ലാർജ് ഏരിയ ഒബ്ജക്റ്റീവ് എൻഷുവേഴ്സ് ബെറ്റർ ലൈറ്റ് ഗാദറിംഗ് പവർ, അതും ശരിയാണ് അല്ലെ. എ ലാർജ് അപ്പർച്ചർ പ്രൊവൈഡ്സ് എ ബെറ്റർ റെസൊല്യൂഷൻ, അതും ശരിയാണ്. സോ നമുക്ക് എന്ത് പറയാം, ഓപ്ഷൻസ് എല്ലാം ശരിയായതുകൊണ്ട് ഓപ്ഷൻ 4 ആയിരിക്കും നമ്മുടെ ആൻസർ. അതേപോലെ നോക്കുകയാണെങ്കിൽ തേർഡ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ദ ഇക്വാലന്റ് കപ്പാസിറ്റൻസ് ഓഫ് ദ കോമ്പിനേഷൻ, ഇക്വാലന്റ് കപ്പാസിറ്റൻസ് ഓഫ് ദ കോമ്പിനേഷൻ ഓഫ് എ ഷോൺ ഇൻ ഫിഗർ ആണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നതിന്റെ ഇക്വാലന്റ് കപ്പാസിറ്റൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ നമുക്കറിയാം എന്താണ് ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞാൽ ഇതിപ്പോൾ പോയിന്റ്, ഇത് 2 പോയിന്റ്സ് ആണെങ്കിൽ ഈ പോയിന്റ്സിൽ നിന്നല്ലേ ഇത് നോക്കുകയാണെങ്കിൽ 2 എൻഡിൽ വരുവാണെങ്കിൽ സെയിം പൊട്ടൻഷ്യൽ തന്നെയാണ് വരിക. അപ്പോൾ എന്താണ് ഇത് രണ്ടും എന്താണ് ഷോർട്ട് സർക്യൂട്ട് ആയ പോലെയാണ്. പിന്നെ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ, ഈ സിയും മാത്രമേ ഉണ്ടാവുള്ളൂ. സോ എന്തായിരിക്കും ഇത് 2 പാരലൽ ആയതുകൊണ്ട് നമുക്ക് C + C എന്തായിരിക്കും 2C ആയിരിക്കും നമ്മുടെ ആൻസർ വരിക. അപ്പോൾ തേർഡ് എന്താണ് ഓപ്ഷൻ 3 ആണ് വരുന്നത്. സോ അടുത്ത എന്താണ് നമുക്ക് അങ്ങനെ അറിയാം, ഒരു ലിസ്റ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ. അതെന്താണ് കോളം 1ലും കോളം 2ലും എന്ത് ചെയ്യാം മാച്ച് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എന്താ അറിയാം, ഡ്രിഫ്റ്റ് വെലോസിറ്റിന്റെ ഫോർമുല എന്താണ് നമുക്കറിയാം, E/M/τ എന്നാണ്. സോ ഇതാണ് എന്ത് ഡ്രിഫ്റ്റ് വെലോസിറ്റി. അപ്പോൾ A എന്ന് പറഞ്ഞാൽ R ആണ്. സോ എല്ലാ ഓപ്ഷനിലും Aയും R ഉണ്ട്. പിന്നെ എന്താ അറിയാം, ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റിന്റെ ഇക്വേഷൻ എന്താണ്, E/J ആണെന്ന് അറിയാം അല്ലെ. ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റിന്റെ ആൻസർ എത്രയാണ് വരുന്നത്, E/J ആണ്. അതേപോലെ റിലാക്സേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ എത്ര വരുന്നത്, റിലാക്സേഷൻ പീരീഡ് എന്താണ് M/NE²/ρ എന്നാണ്. അതേപോലെ കറണ്ട് ഡെൻസിറ്റി എന്താ വരുന്നത്, NE/VD ആണ്. അപ്പോൾ ഇത് 4ഉം കൂടെ വരുന്നത് ഏതാണ്, AR-ഉം അല്ലെ, AR-ഉം അതേപോലെ തന്നെ BS-ഉം അല്ലെ, AR-ഉം BS-ഉം വരുന്നത്. അപ്പം ഓപ്ഷൻ B ആണ് അല്ലെ, സെക്കൻഡ് ആണ് ഓപ്ഷൻ. അടുത്ത പറഞ്ഞ എന്താണ്, ഇൻഡക്ടർ ഓഫ് ഇൻഡക്ടൻസ് ലാർജ് അല്ലെ, L എന്ന് പറയുന്ന ഇൻഡക്ടൻസ് കപ്പാസിറ്റേഴ്സും തന്നിട്ടുണ്ട്. അതേപോലെ റെസിസ്റ്ററും തന്നിട്ടുണ്ട്. ആർ കണക്റ്റഡ് ഇൻ സീരീസിലാണ് കറക്റ്റ് ചെയ്തിരിക്കുന്നത് ടു AC സോഴ്സ് ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് V എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പൊട്ടൻഷ്യൽ ഡിഫറൻസും തന്നിട്ടുണ്ട് ഓരോ എന്താ പറയുക ഇൻഡക്ടൻസിനും, അതായത് ഇൻഡക്ടറിനും അതേപോലെ കപ്പാസിറ്ററിനും അതേപോലെ റെസിസ്റ്ററിനും അക്രോസ് ആയിട്ടുള്ള എന്താണ് പൊട്ടൻഷ്യൽസും തന്നിട്ടുണ്ട്, പൊട്ടൻഷ്യൽ ഡിഫറൻസും. അങ്ങനെയാണെങ്കിൽ എന്താണ് നമ്മൾ ചോദിക്കുന്നത്, കറണ്ട് ഫ്ലോയിങ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ LCR സീരീസ് സർക്യൂട്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ അല്ല അത് തന്നിട്ടുണ്ട് എന്താണ് 10√2 ആംപിയർ ആണെന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇംപിഡൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇംപിഡൻസിന്റെ ഫോർമുല എന്താണ്, R² + L അല്ലെ, XL - XC² എന്നാണ്. സോ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും ഫൈനൽ ആൻസർ കിട്ടുന്നത് 5√2 എന്നാണ് ഫിഫ്ത്ത് വണ്ണിന്റെ ആൻസർ. ദാറ്റ് ഈസ് തേർഡ് ആണ് ഓപ്ഷൻ വരുന്നത്. അടുത്തെന്താണ്, എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഓഫ് ആസ് എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. E എന്ന് പറയുന്ന യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിന്റെ സ്പേസ് എത്രയാണ്, അവർ നമ്മൾ ഡിസ്റ്റൻസ് പ്ലേസുകൾ നമ്മൾ ഡിസ്റ്റൻസ് D തന്നിട്ടുണ്ട്. ഓരോ ഏരിയ പ്ലേറ്റിന്റെ ഏരിയ A തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെർമിറ്റീവ് ഫ്രീ സ്പേസ് എത്രയാണ് ε0 തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും ഇവിടെ എന്തായിരിക്കുക എനർജി സ്റ്റോർഡ്, നമുക്കറിയാം ഹാഫ് CV² എന്നാണെങ്കിൽ നമുക്കറിയാം എനർജി സ്റ്റോർഡ് കണ്ടുപിടിക്കാൻ പറ്റുക. അത് വെച്ചിട്ട് തന്നെ നമുക്ക് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും, എന്താ ½ × ε0 × E² AD ആയിരിക്കും ഉണ്ടാവുക ആറാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ ഉണ്ടാവുക. സോ ആറാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ എന്തായിരിക്കും, ഫോർത്ത് ആയിരിക്കും ആറാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ. സോ അങ്ങനെയാണെങ്കിൽ നോക്കിയാൽ അടുത്ത് നോക്കുക, പോളർ മോളിക്യൂൾസ് ആർ ദ മോളിക്യൂൾസ്. നമുക്കറിയാം പോളർ മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പെർമനന്റ് ഡൈപോൾസ്, ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഉള്ള മോളിക്യൂൾസ് ആണ് എന്ത് പോളർ മോളിക്യൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്ത് നോക്കുക, എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ എട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് Aയും സ്റ്റേറ്റ്മെന്റ് Bയും തന്നിട്ടുണ്ട്. അതിൽ ഏതാണ് ട്രൂ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ സ്റ്റേറ്റ്മെന്റ് A തന്നിരിക്കുന്നത് എന്താണ്, എ സെനർ ഡയോഡ് ഈസ് കണക്റ്റഡ്
ഇൻ റിവേഴ്സ് ബയസ്ഡ് വെൻ യൂസ്ഡ് ആസ് എ വോൾട്ടേജ് റെഗുലേറ്റർ. നമുക്കറിയാം എന്താണ് വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് സെനോഡോയിഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിവേഴ്സ് ബയസിലാണ് കണക്ട് ചെയ്യാന്ന് അറിയാറ്. സോ എന്ന് പറഞ്ഞ ആൻസർ അല്ല, എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ദ പൊട്ടൻഷ്യൽ ബാരിയർ പി എൻ ജംഗ്ഷൻ ലൈസ് ബിറ്റ്വീൻ 0.1 ആൻഡ് 0.3. പി എൻ ജംഗ്ഷൻ ഡോയറിന്റെ പൊട്ടൻഷ്യൽ ബാരിയർ എന്ന് പറഞ്ഞാൽ 0.1ന്റെയും 0.3ന്റെയും ഇടയിൽ തന്നെ ആയിരിക്കണമെന്നുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് എന്താ പറയാം, ഓപ്ഷൻ എ കറക്റ്റ് ആണ്, പക്ഷേ ഓപ്ഷൻ ബി എന്താണ്, ഇൻകറക്റ്റ് ആണ്. സോ ഓപ്ഷൻ 4 ആണ് വരിക. അപ്പൊ P4 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ കോഡാണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത് നോക്കണം. പിന്നെ 9th ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എ പാർട്ടിക്കിൾ ഈസ് റിലീസ്ഡ് ഫ്രം എ ഹൈറ്റ് എസ് ഫ്രം ദ സർഫസ് ഓഫ് ദി എർത്ത്. At a certain height, its kinetic energy is 3 times as its potential energy. The height from the surface of earth and the speed of the particle at the instant are respectively. ഇത് നമുക്ക് എന്താ ആൻസർ വരുന്നത് വെച്ചാൽ ഓപ്ഷൻ 1 ആണ് ആൻസർ വരുന്നത്. അതായത് സർഫസിൽ നിന്ന് ഹൈറ്റ് എത്രയാണ്, S/4 വരുന്നുണ്ട്. അതേപോലെ വെലോസിറ്റി പറഞ്ഞാൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ √3gs/2 ആണ് വരുന്നത്. അടുത്ത നോക്കുകയാണെങ്കിൽ എന്താണ് 10th ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. 10th ക്വസ്റ്റ്യൻ എന്താണ്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ലാംഡ തന്നിട്ടുണ്ട്, വേവ് ലെങ്ത് ലാംഡ തന്നിട്ടുണ്ട്. ഇൻസിഡന്റ് ഓൺ എ ഫോട്ടോ സെൻസിറ്റീവ് സർഫസ് ഓഫ് നെഗ്ലിജിബിൾ വർക്ക് ഫംഗ്ഷൻ. ഇപ്പോൾ വർക്ക് ഫംഗ്ഷൻ നെഗ്ലിജിബിൾ ആണ്. എം എത്രയാണ്, മാസ് ഓഫ് ഫോട്ടോ ഇലക്ട്രോൺ എം തന്നിട്ടുണ്ട്. അതേപോലെ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ലാംഡ ഡി ആണെങ്കിൽ നമുക്ക് എന്താ പറയാം, നമുക്ക് ഓപ്ഷൻ വരുന്നത് ഏതായിരിക്കും, ഓപ്ഷൻ 4 ആണ് ആൻസർ വരുന്നത്. സോ 10th ഇക്വേഷൻ എന്താണ്, ഓപ്ഷൻ 4 ആണ്. നമുക്ക് hc/λ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ നമുക്ക് ഇക്വേഷൻ ന്യൂട്ടൺസിന്റെ ആ റിലേഷൻ ഇക്വേറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ന്യൂട്ടൺസ് റിലേഷൻ ഐൻസ്റ്റീൻ റിലേഷൻ നോക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യാൻ, 11th ക്വസ്റ്റ്യൻ നോക്കുക. 11th ക്വസ്റ്റ്യൻ എന്താ വരിക, 11th ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് എ പാരലൽ കണക്ഷൻ ദാറ്റ് കൺസിസ്റ്റ് ഓഫ് 4 വയേഴ്സ് ഓഫ് ഈക്വൽ ലെങ്ത് ആയിട്ടുള്ള 4 വയേഴ്സ് ഉണ്ട്, കണക്ട് ചെയ്തു പാരലൽ ആയിട്ട്. ഈക്വൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും സെയിം മെറ്റീരിയൽ ആണ്. എത്രയാണ്, 0.25 ആണ്. എന്താ ഓരോന്നിന്റെയും മെറ്റീരിയൽസിന്റെ എന്താണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് പറഞ്ഞാൽ വാട്ട് വിൽ ബി ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇഫ് ദേ ആർ കണക്റ്റഡ് ഇൻ സീരീസ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ നമ്മൾ എന്ത് ചെയ്യുന്നത്, പാരലൽ ആയിട്ട് 4 കണക്ട് ചെയ്തപ്പോൾ എത്രയാണ് നമുക്ക് 0.4 ആണ്. നമുക്കറിയാം എന്താണ് 0.25 എന്നാണ് ഓം കിട്ടിയത്. അപ്പോൾ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ 0.25 കിട്ടണമെന്നുണ്ടെങ്കിൽ ഓരോന്നിന്റെ എത്ര ആയിരിക്കും, 1 ഓം വെച്ചിട്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ മൊത്തത്തിൽ നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ അത് എത്ര കിട്ടും, 4 ഓം ആയിരിക്കും. അടുത്ത് നോക്കുകയാണെങ്കിൽ വാട്ടർ ഫാൾസ് ഫ്രോം എ ഹൈറ്റ് ഓഫ് 60 മീറ്റർ അറ്റ് ദ റേറ്റ് ഓഫ് 50 kg/second ടു ഓപ്പറേറ്റ് ടർബൈൻ. അപ്പോൾ എം ഡോട്ട് തന്നിട്ടുണ്ട് നമുക്ക് എത്ര 15 kg/second ആണ്. അപ്പം അങ്ങനെ പവർ ലോസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എം ഡോട്ട് GH ചെയ്ത് നോക്കുക. അപ്പോൾ അതായിരിക്കും നമ്മുടെ പവർ ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും 12 തേർഡ് ഓപ്ഷൻ വരും. ഓക്കെ, 12ന്റെ ആൻസർ തേർഡ് ഓപ്ഷൻ 8.1 kW വരും. ദെൻ എ സ്പ്രിംഗ് ഇസ് സ്ട്രെച്ച്ഡ് ബൈ എ 5 cm by a force of 10 Newton and the time period of the oscillations when a mass of 2 kg is suspended by. അപ്പോൾ നമുക്ക് സ്പ്രിംഗിൽ അപ്ലൈ ചെയ്ത ഫോഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം F = kx ആണ്. അങ്ങനെയാണെങ്കിൽ k കണ്ടുപിടിക്കുക. k കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഏത് ചെയ്യുക, ടൈം പീരീഡിന്റെ ഇക്വേഷനിൽ 2π√m/k എന്നുള്ള ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് വരും, 0.13 വരുന്നത് ഓപ്ഷൻ 1 ആണ് വരിക. 0.628 seconds വരും നമുക്ക് കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ. Then a body executing simple harmonic motion with a frequency n ആണെങ്കിൽ the frequency of this potential energy, ഫ്രീക്വൻസി എന്നിട്ട് ബോഡിയുടെ ഫ്രീക്വൻസി എത്ര n ആണെങ്കിൽ ഫ്രീക്വൻസി ഓഫ് പൊട്ടൻഷ്യൽ എനർജി ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 14ന്റെ ആൻസർ എന്ത് വരും, നമുക്ക് 2n എന്നാണ് നമുക്ക് റൈറ്റ് ആൻസർ വരിക. പിന്നെ വരുന്നത് എന്താണ്, പിന്നെ വരുന്നത് പറഞ്ഞാൽ an infinity long straight conductor carries a current of 5 ampere as shown. The electron is moving with a speed of 10⁵ m/s parallel to the conductor. The perpendicular distance between the electron and the conductor is 20 cm തന്നിട്ടുണ്ട്. അതേപോലെ calculate the magnitude of the force experienced by the electron at that time. അപ്പോൾ ആ ടൈമിൽ നമുക്ക് ഇലക്ട്രോൺ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. സോ അതിന്റെ ആൻസർ നമുക്ക് വരുന്നത് എന്താണ്, 8 × 10⁻20 ന്യൂട്ടൺ എന്നാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 16th ക്വസ്റ്റ്യൻ നോക്കുക. 2 ചാർജ് സ്പെറിക്കൽ കണ്ടക്ടേഴ്സ് ഓഫ് റേഡിയസ് R1 and R2 are connected by a wire. Then the ratio of surface charge densities of CS എന്തായിരിക്കും, നമുക്ക് നോക്കിയാൽ σ1 = σ2 R2 നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ σ1/σ2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, R2/R1 ആയിരിക്കും. സോ ഓപ്ഷൻ എന്തായിരിക്കും, തേർഡ് ഓപ്ഷൻ ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ വരിക. അടുത്ത് നോക്കുകയാണെങ്കിൽ the electron concentration in n-type semiconductor is same as the hole concentration in p-type semiconductor. An external field is applied across each of them. Compare the currents in them. നമുക്കറിയാം എന്താണ്, n ടൈപ്പിലായിരിക്കും കറണ്ട് കൂടാൻ കാരണം n ടൈപ്പിൽ ഇലക്ട്രോൺസ് ആണ്, ഇലക്ട്രോൺസിന്റെ മൊബിലിറ്റി കൂടുതലാണ് ഇതിനെക്കാട്ടും ആസ് കമ്പയർഡ് ടു ഹോൾസ് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ 17th ആയിരിക്കും, നമുക്ക് 17th 4th ഓപ്ഷൻ ആണ് നമുക്ക് കറക്റ്റ് ആയിട്ട് വരുന്നത്. അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് വരും, ദ നമ്പർ ഓഫ് ഫോട്ടോൺസ് പെർ സെക്കൻഡ് ഓൺ ആൻ ആവറേജ് എമിറ്റഡ് ബൈ എ സോഴ്സ് ഓഫ് മോണോക്രോമാറ്റിക് ലൈറ്റ് ഓഫ് wavelength 600 nanometer when it is diverges at the power of 3.3 × 10⁻³ watt will be.
ആ പവർ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ പവറിന്റെ ആൻസർ വരുന്നത് 18ന്റെ ആൻസർ വരുന്നത് 10⁻16 എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇൻ വാട്ട് ആണ് വരുന്നത്. സോ അടുത്തത് നോക്കുകയാണെങ്കിൽ എന്താണ്, ഹാഫ് ലൈഫ് ഓഫ് എ റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയർ ഈസ് 100 hours. ദ ഫ്രാക്ഷൻ ഓഫ് ഒറിജിനൽ ആക്ടിവിറ്റി ദാറ്റ് വിൽ റിമെയിൻ ആഫ്റ്റർ 150 hours വിൽ ബി. നമുക്കതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്. അതായത് 19ന്റെ ഓപ്ഷൻ 3 ആണ് ആൻസർ വരുന്നത്. സോ അടുത്ത് നോക്കുകയാണെങ്കിൽ 20ന്റെ ക്വസ്റ്റ്യൻ നോക്കുക. 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ ക്വസ്റ്റ്യൻ വന്നു വരുന്നത്, ഇഫ് E and G are respectively denote energy and gravitation constant, then E by G. ഇയും ജി എന്താണ് നമുക്കറിയാം. ഇ എന്ന് പറഞ്ഞാൽ എന്താണ്, എനർജിയാണ്. എനർജിയുടെ ml(T⁻²) അല്ലെ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വരും, എനർജിന്റെ എന്ത് വരും, ml²T⁻² വരും. അതേപോലെ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റും വരികയാണെങ്കിൽ E by G നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതാണ് ആൻസർ വരിക, m²L⁻⁻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 
അടുത്ത നോക്കുക 21th question. A nucleus with mass number 250 240 breaks into 2 fragments of each of mass number 120. The binding energy per nucleus തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിരിക്കുന്നത്? 7.6 മെഗാ ഇലക്ട്രോൺ വോൾട്ട്, while that of fragments is 8.5 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഗെയിൻ ഇൻ ബൈൻഡിങ് എനർജി ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ബൈൻഡിങ് എനർജി ഓഫ് ന്യൂക്ലിയോൺസ് മൈനസ് ബൈൻഡിങ് അല്ലെ, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് വരും നോക്കുകയാണെങ്കിൽ 21ന്റെ ആൻസർ വരുന്നത് 216 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണ് നമുക്ക് ആൻസർ വരുന്നത്. അടുത്ത് നോക്കുകയാണെങ്കിൽ ഡൈപോൾ ഈസ് പ്ലേസ്ഡ് ഇൻ ഇലക്ട്രിക് ഫീൽഡ് ആസ് ഷോൺ ഇൻ ഫിഗർ. ഇൻ വിച്ച് ഡയറക്ഷൻ വിൽ ഇറ്റ് മൂവ്? ഇതിൽ ഏത് ഡയറക്ഷനിലാണ് അത് മൂവ് ചെയ്യുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 22ന്റെ ആൻസർ വരുന്നത് ഏതായിരിക്കും? നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതെന്തായിരിക്കും? റൈറ്റിലേക്ക് മൂവ് ചെയ്യും അല്ലേ, അതായത് റൈറ്റിലേക്ക് മൂവ് ചെയ്യുക. അതേപോലെ തന്നെ ഇതിന്റെ പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും? കുറയും ചെയ്യും. അതായത് അപ്പോൾ ഏതാണ് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ 3 ആണ് ഓപ്ഷൻ വരുന്നത്. സോ 22 ഓപ്ഷൻ 3 വരുന്നുണ്ട് ആൻസർ. 23 വരികയാണെങ്കിൽ ഫോഴ്സും ആക്സലറേഷൻ ടൈം എന്താണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനർജിയുടെ ഇക്വേഷൻ എന്ത് വരും? എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക? ഫോഴ്സ് അല്ലേ. അപ്പോൾ ഇതിലെ വേറെ ഫോഴ്സ് ബൈ എന്താണ്? എനർജിയാണ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. സോ ഇവിടെ എന്താണ്? ആക്സലറേഷനും ടൈമും വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതായിട്ട് വരിക? ഓപ്ഷൻ 2 ആണ് നമുക്ക് എന്ത് വരിക? സോറി, ഓപ്ഷൻ 3 ആണ് വരിക അല്ലേ. അപ്പോൾ ഓപ്ഷൻ 3 ആണ് എന്ത് 23ന്റെ വരുന്നത്. 23 ഓപ്ഷൻ 3 വരുന്നു. അടുത്ത് നോക്കുക 24 ആണെന്നുണ്ടെങ്കിൽ എ തിക്ക് കറണ്ട് ക്യാരിങ് കേബിൾ ഓഫ് റേഡിയസ് R carries a current I uniformly distributed across its cross section. The variation of magnetic field to the cable distance, distance R from the axis of the cable. അപ്പം എന്താണ്? വേരിയേഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡും അതേപോലെ തന്നെ ഏതാണ്? ദ ഡിസ്റ്റൻസ് R from the axis of the cableും അത് തമ്മിൽ വരുമ്പോൾ എങ്ങനെയാണ് വരിക? നമുക്ക് ഓപ്ഷൻ 4 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ഇൻക്രീസ് ആവും, പിന്നെ എന്ത് ചെയ്യും? ഡിക്രീസ് ആവും. സോ 24 എന്താ? ഓപ്ഷൻ 4 ആണ് വരുന്നത്. അപ്പോൾ അടുത്ത് നോക്കുകയാണെങ്കിൽ ദെൻ 25th വരെ മാച്ച് ദ ഫോളോയിങ് ആണ് വരുന്നത്. കോളം 1ഉം കോളം 2ഉം. അപ്പോൾ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ എന്ന് പറയുന്നത് എന്താ? √3 RT/m ആണ് നമുക്കറിയാം. അടുത്ത് വരുന്നത് പ്രഷർ എക്സൈറ്റഡ് ബൈ എ ഐഡിയൽ ഗ്യാസ്. ഐഡിയൽ ഗ്യാസ് ആയിട്ട് പ്രഷർ എക്സൈറ്റ് ചെയ്യുന്നത് ഏതാണ്? നമുക്കറിയാം എന്താണ്? ഐഡിയൽ ഗ്യാസ് ആയിട്ട് പ്രഷർ എക്സൈറ്റ് ചെയ്യുന്നത് ബി ഏതാണ്? 1/3 Nm അല്ലേ. പിന്നെ എന്താണ്? റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റിന്റെ സ്ക്വയർ വരും. ആവറേജ് കൈനറ്റിക് എനർജി ഏതാ വരുന്നത്? 3/2 kBT ആണ്. സോ ഇത് മൂന്നും വരുന്നത് ഏതാണ്? അപ്പോൾ 25ന്റെ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ 4 ആണ്. AQBP CS DR വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 26th നോക്കുകയാണെന്നുണ്ടെങ്കിൽ 26th നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറഞ്ഞത്? റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയെ ആറ്റോമിക് നമ്പറും എക്സ് ആണ് എന്താണ്? ന്യൂക്ലിയസ് തന്നിരിക്കുന്നത്. ആറ്റോമിക് നമ്പർ സെറ്റും അതേ മാസ് നമ്പർ ആയിരുന്നുണ്ട്. അണ്ടർഗോ സ്പോണ്ടേനിയസ് ഡീകേ ഇൻ സീക്വൻസ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യും? സെറ്റിൽ നിന്ന് Z-1 വരുന്നു, ദെൻ Z-3 ആകുന്നു. എന്താ? ആറ്റോമിക് നമ്പർ കുറയുന്നു, പിന്നെ Z-2 ആകുന്നു. അപ്പോൾ ഇവിടെയൊക്കെ സംഭവിക്കുന്നത് എന്താണ്? ആദ്യം ദ പോസിബിൾ ഡീകേ പാർട്ടിക്കിൾ ഇൻ ദ സീക്വൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതിൽ വരുന്ന എന്താണ്? ഫസ്റ്റ് നമുക്ക് എന്താണ് പറയാൻ പറ്റും? 26 വരുമ്പോഴാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് ബീറ്റ പോസിറ്റീവ് ഡീകേ ആണ് ഇവിടെ വരുന്നത്, പിന്നെ ആൽഫ ഡീകേ വരുന്നുണ്ട്, പിന്നെ ബീറ്റ നെഗറ്റീവ് ഡീകേ വരുന്നുണ്ട്. സോ 26ന്റെ ആൻസർ വരുന്നത് എന്താണ്? 4th 1 ആണ് 26ന്റെ ആൻസർ വരുന്നത്. ബീറ്റ പോസിറ്റീവ് ആൽഫ പാർട്ടിക്കിൾ, ദെൻ ബീറ്റ നെഗറ്റീവ് പാർട്ടിക്കിൾസ്. ദെൻ എന്താണ് ക്വസ്റ്റ്യൻ നോക്കുക? 27th ക്വസ്റ്റ്യൻ. എ കപ്പ് ഓഫ് coffee cools from 90 degrees Celsius to 80 degrees Celsius in 10 minutes. When the room temperature is 20 degrees Celsius, at the time taken to similar cup of coffee to cool from 80 degree to 60 degree at room temperature same at 20 degrees Celsius. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ 27ന്റെ ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ 3 ആണ്. 13/5T എന്നാണ് നമുക്ക് ഓപ്ഷൻ വരുന്നത്. ഓക്കെ, വർക്കൗട്ട് ചെയ്യുന്നത് നമുക്ക് എന്താ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ പിന്നെ നമുക്ക് വെക്കുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ആൻസർ മാത്രം പറഞ്ഞു പോവുകയാണ്. സോ 28th നോക്കുകയാണെങ്കിൽ സ്മോൾ ബ്ലോക്ക് സ്ലൈഡ്സ് ഡൗൺ എ സ്മൂത്ത് ഇൻക്ലൈൻഡ് പ്ലെയിൻ starting from the rest time t equal to 0. Let's Sn be the distance traveled by the block in the interval of t equal to n minus 1 to t equal to 1 n.
then the ratio of Sn to Sn plus 1. Okay, അപ്പോൾ nth സെക്കൻഡിൽ മൂവ് ചെയ്ത ഡിസ്റ്റൻസ് അപ് ടു n+1 ഡിസ്റ്റൻസിൽ മൂവ് ചെയ്താണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 28ന്റെ ആൻസർ എന്ത് വരും? നമുക്ക് 2n - 1 ഡിവൈഡഡ് ബൈ 2n + 1 എന്നാണ് നമുക്ക് ആൻസർ വരുന്നത്. അടുത്ത നോക്കുകയാണെന്നുണ്ടെങ്കിൽ 29th നോക്കുകയാണെങ്കിൽ കപ്പാസിറ്റർ ഓഫ് കപ്പാസിറ്റൻസ് C is connected across a IC source of voltage V equal to V0 sin omega t നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ആണ് നമുക്കറിയാം dV/dt ചെയ്യുക. dV/dt ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ ഏത് വരും? ഓപ്ഷൻ 1 വരും. ഓക്കെ, അപ്പോൾ 29 എന്താണ്? ഓപ്ഷൻ 1 ആണ് വരിക. ഓക്കെ, അടുത്തതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 30th ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഇൻ എ പൊട്ടൻഷ്യോമീറ്റർ സർക്യൂട്ട് ഓഫ് സെൽ ഓഫ് EMF 1.5 gives the balance point 36 centimeter length of wire. In another cell of EMF 2.5 replaces the first cell, then at what length of the wire the balance point occurs? അപ്പോൾ പൊട്ടൻഷ്യൽ മീറ്ററിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് L1/L2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ E1/E2 ആണ്, L1/L2 ആണ് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് വരും? ഇവിടെ 30ന്റെ ഓപ്ഷൻ വരുന്നത് നമുക്ക് എന്താണ്? 30 എന്ന് പറഞ്ഞാൽ 60 സെന്റിമീറ്റർ എന്ന ഓപ്ഷൻ വരും. അടുത്ത് നോക്കുകയാണെങ്കിൽ സ്ക്രൂ ഗേജ് തന്നിട്ട് സ്ക്രൂ ഗേജിന്റെ റീഡിങ്സ് തന്നിട്ടുണ്ട്. മെയിൻ സ്കെയിൽ റീഡിങ്ങും സർക്കുലർ സ്കെയിൽ റീഡിങ്ങും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ തന്നിരിക്കുന്ന ഡാറ്റയിൽ നിന്ന് ആ വയറിന്റെ എന്താണ് ഡയമീറ്റർ ആണ് നമ്മൾ സ്പെസിഫൈ ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ 31ന്റെ ആൻസർ വരുന്നത് 0.052 സെന്റിമീറ്റർ ആണ്. അടുത്ത് നോക്കുകയാണെങ്കിൽ 32 ഫോർ എ പ്ലെയിൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേറ്റിംഗ് ഇൻ X ഡയറക്ഷൻ which of the following combination gives the correct possible direction of the electric field and magnetic field respectively? നമുക്കറിയാം ഒരു പ്ലെയിൻ മാഗ്നറ്റിക് വേവ് എന്താണ് എക്സ് ഡയറക്ഷൻ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും അതിന് രണ്ടിനും എന്താ പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ ഇതിൽ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ 3 ആണ്. ഓക്കെ, -j + k യും അതേപോലെ -j - k യും അതാണ് എന്താ ഓപ്ഷൻ വരുന്നത്. സോ 32 എന്ന് പറയുന്നത് ഓപ്ഷൻ വരുന്നത് തേർഡ് ആണ്. ഓക്കെ, അപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ ആണ്. അത് നോക്കുക, എസ്കേപ്പ് വെലോസിറ്റി നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. എർത്ത് സർഫസിന്റെ V ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട്. എസ്കേപ്പ് വെലോസിറ്റി ഫ്രം അനദർ സർഫസ് ഓഫ് അനദർ പ്ലാനറ്റ് ഹാവിംഗ് എ റേഡിയസ് 4 times than the എർത്ത് സെയിം ആസ് ദ മാസ് ഡെൻസിറ്റി. അപ്പോൾ മാസ് ഡെൻസിറ്റി സെയിം ആണ്, ഏത് മാത്രം വാരി ചെയ്യുന്നത്? റേഡിയസ് 4 times ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അവിടെ എത്രയായിരിക്കും നമ്മുടെ എന്താണ് ഓപ്ഷൻ വരുന്നത്? അപ്പോൾ നമുക്ക് 4 times ആണ് എന്താ റേഡിയസ് ഉള്ളതെങ്കിൽ നമുക്ക് 4 times ആയിരിക്കും ഉണ്ടാവുക നമ്മുടെ എസ്കേപ്പ് വെലോസിറ്റി ഉണ്ടാവുക. കാരണം നമുക്ക് V proportional to R ആണെന്ന് അറിയാം. അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 34th ക്വസ്റ്റ്യൻ, കോൺവെക്സ് ലെൻസ് A of focal length 20 centimeter. Okay, 20 centimeter of focal length and a concave lens of B of focal length 5 centimeter are kept along the same axis with a distance d between them. If a parallel beam of light falls on A, leaves B as a parallel beam, then the distance d in centimeter will be. അപ്പോൾ 34th ക്വസ്റ്റ്യൻസിന്റെ ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ തേർഡ് ആണ്. ഓക്കെ, അപ്പോൾ 15 സെന്റിമീറ്റർ ആണ് നമുക്ക് ഇതിൽ ഓപ്ഷൻ വരുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പറയാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ 35th ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 35th ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ദ വെലോസിറ്റി ഓഫ് എ സ്മോൾ ബോക്സ് ഓഫ് മാസ് m and density d when dropped in a container filled with the glycerin becomes constant after some time. If the density of the glycerin is d/2, then the viscous force acting on the ball will be. വിസ്കസ് ഫോഴ്സിന്റെ എന്താണ് ഇക്വേഷൻ 6π∗ρv ആണ് നമുക്കറിയാം. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളിവിടെ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നമുക്ക് ഓപ്ഷൻ വരിക? ഓപ്ഷൻ വരുന്നത് 35ന്റെ ഓപ്ഷൻ വരുന്നത് നമുക്ക് mg/2 എന്നാണ് ഓപ്ഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ 35 എന്താണ്? ഓപ്ഷൻ 2 ആണ്. അടുത്ത് വരുന്നത് നമുക്ക് സെക്ഷൻ ബി ആണ്. അതായത് 15 ക്വസ്റ്റ്യൻസിൽ 10 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ കീ ശരിയാണ് നോക്കുക. അപ്പോൾ 36th ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ്? എ യൂണിഫോം റോഡ് ഓഫ് ലെങ്ത് 200 centimeter ആൻഡ് മാസ് 500 kilogram is balanced on a wedge shaped at 40 centimeter mark. A mass of 2 kilogram is suspended from the rod at 20 centimeter and another unknown mass m is suspended from the rod at 160 centimeter mark as shown in figure. Find the value of m such that the rod is in equilibrium. അപ്പോൾ ഇങ്ങനെ കേസ് ആണെങ്കിൽ റോഡ് ഇക്വിലിബ്രിയത്തിലാകുമ്പോൾ എന്താണ് മാസ് ഉണ്ടാവുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 36th ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര വരുന്നത്? 1/2 kilogram ആണ്. ഓപ്ഷൻ 1 ആണ് വരുന്നത്. അടുത്ത നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് 37th ക്വസ്റ്റ്യൻ നോക്കുക. ഫ്രം ദ circular ring of mass m and radius r and arc corresponding to a 90-degree sector is removed. The moment of inertia of the remaining part of the ring about an axis passing through the center of the ring. Center of the rings ലൂടെയാണ് പാസ് ചെയ്യുന്നത്. And perpendicular to the plane of the ring k times the mr². Then the value of k is. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാല്യൂ ഓഫ് കെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ റിമൈനിങ് പാർട്ട് എന്ന് പറഞ്ഞാൽ k times of the mr² എന്നാണ്. സോ അങ്ങനെയാണെങ്കിൽ കെയുടെ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. സോ കെയുടെ വാല്യൂ വരുന്നത് നമുക്ക് എന്താ? 3/4 ആണ്. അപ്പോൾ 3/4 times of the mr² ആണ്.
സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം 38th ക്വസ്റ്റ്യൻ നോക്കാം. 38th ക്വസ്റ്റ്യൻ എന്താണ് വന്നിരിക്കുന്നത്? എ യൂണിഫോം കണ്ടക്റ്റിംഗ് വയർ ഓഫ് ലെങ്ത് 12A ആൻഡ് റെസിസ്റ്റൻസ് R ഈസ് wounded as a current carrying coil in the shape of an equilateral triangle of side A square side of A. The magnetic dipole moments on the coil in each case. അപ്പോൾ ഓരോ കേസിലും ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഡൈപോൾ ആണ്. ഏതൊക്കെ കേസിൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ അതേപോലെ സ്ക്വയർ ഓഫ് സൈഡ് എ ആണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവിടുത്തെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എ വരുന്നത് ഏതാണ്? √3IA² ആൻഡ് 3IA² ആണ് ഓപ്ഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ 38 ഓപ്ഷൻ എത്രയാണ്? സെക്കൻഡ് ആണ് വരുന്നത്. സോ 39 നോക്കുകയാണെങ്കിൽ എ ബോൾ ഓഫ് മാസ് 0.15 കിലോഗ്രാം ഈസ് ഡ്രോപ്ഡ് ഫ്രം എ ഹൈറ്റ് ഓഫ് 10 meters, strike the ground and rebounds to the same height and the magnitude of impulse imparted to the ball. അപ്പോൾ എത്രത്തോളം ഇമ്പൾസ് ആണ് ആ ബോളിലേക്ക് ഇമ്പാർട്ട് ചെയ്തിരിക്കുന്നത് പറഞ്ഞത്. അപ്പോൾ മാസ് തന്നിട്ടുണ്ട്, അതേപോലെ 10 മീറ്റർ ഹൈറ്റിൽ നിന്നാണ് ഡ്രോപ്പ് ചെയ്യുന്നത്, അതേ ഹൈറ്റിൽ തന്നെ റീബൗണ്ടും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇമ്പൾസ് എത്രയൊക്കെയുണ്ട് എന്താണ് നമ്മൾ ചേഞ്ച് മൊമെന്റം വെച്ചിട്ട് കണ്ടുപിടിച്ചാൽ മതി അല്ലേ. അപ്പോൾ എന്താ 39ന്റെ ആൻസർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഓപ്ഷൻ 3 ആയിരിക്കും. 4.2 ആയിരിക്കും. 4.2 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ അടുത്ത് നോക്കുകയാണെങ്കിൽ എ പോയിന്റ് ഒബ്ജക്ട് ഈസ് പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 60 centimeter ഫ്രം ദ convex lens of a focal length of 30 meter. So in focal length 30 meter ആണ്. If a plane mirror were put behind the perpendicular axis of the lens at a distance of 40 centimeter from the convex lens, so the final image would be formed. അപ്പോൾ ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫൈനൽ ഇമേജ് എവിടെയാണ് ഫോം ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 14ന്റെ ക്വസ്റ്റിന്റെ ആൻസർ എന്തായിരിക്കും? 20 centimeter ഫ്രം ദ പ്ലെയിൻ മിറർ. അതായത് പ്ലെയിൻ മിററിൽ നിന്ന് 20 centimeter. അതേപോലെ തന്നെ എന്തായിരിക്കും? ഇതെന്തായിരിക്കും? ഒരു റിയൽ ഇമേജ് ആയിരിക്കും. ഓക്കെ, റിയൽ ഇമേജും ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ 20 centimeter ഫ്രം ദി പ്ലെയിൻ മിറർ ആൻഡ് റിയൽ ഇമേജ് ആയിരിക്കും നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യുക. സോ റിയൽ ഇമേജ് ആണെന്നുണ്ടെങ്കിൽ ഏതായിരിക്കും ഓപ്ഷൻ വരിക? 20 centimeter ഫ്രം ദ ലെൻസും അതേപോലെ തന്നെ ഇറ്റ് വിൽ ബി റിയൽ ഇമേജ്. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ 2 ആണ് 14ന്റെ വരുന്നത്. ഓപ്ഷൻ 2. അത് നോക്കുകയാണെങ്കിൽ 41 നോക്കുകയാണെങ്കിൽ 2 കണ്ടക്റ്റിംഗ് സർക്കുലർ ലൂപ്പ് ഓഫ് റേഡിയസ് ഏതാണ്? റേഡിയസ് R1 and R2 are placed in the same plane with the centers coinciding. If R1 much greater than R2, the mutual inductance between the will be directly proportional. അപ്പോൾ 41ന്റെ ആൻസർ ആണ് ചോദിച്ചിരിക്കുന്നത്. 41ന്റെ ആൻസർ വരുന്നത് എന്താണ്? R2² divided by R1 എന്നാണ് വന്നിരിക്കുന്നത്. സോ 41ന്റെ ആൻസർ എന്നാണ് ഓപ്ഷൻ 1 ആണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത നോക്കുക 42 ആൻസർ 42 നോക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ 42 നോക്കുകയാണെങ്കിൽ എ പാർട്ടിക്കിൾ ഓഫ് മാസ് ആൻഡ് പ്രൊജക്റ്റഡ് വിത്ത് എ വെലോസിറ്റി v equal to k into ve. എസ്കേപ്പ് വെലോസിറ്റി ആണ് v എന്ന് പറഞ്ഞത്, where k less than 1 ആണ്. The maximum height above the surface reached by the particle. അപ്പോൾ മാക്സിമം ഹൈറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 42ന്റെ ആൻസർ വരുന്നത് നമുക്ക് എന്താണ്? ഓപ്ഷൻ 1 ആണ്. r(k² divided by 1 - k² എന്നാണ് വരുന്ന ഓപ്ഷൻ. അടുത്ത നോക്കുകയാണെങ്കിൽ 27 അടുത്ത 43 നോക്കുകയാണെങ്കിൽ 27 drops of same size are charged at 220 volt each. They combine to form a bigger drop. Calculate the potential of the bigger drop. അപ്പോൾ 43ന്റെ ആൻസർ വരുന്നത് എത്രയാണ്? നമുക്ക് വരുന്നത് കാൽക്കുലേറ്റ് പൊട്ടൻഷ്യൽ ആയിട്ട് ബിഗർ ഡ്രോപ്പ് ആണ് എത്ര വരുന്നത്? 1980 വോൾട്ട് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ 43 ആണ് ഓപ്ഷൻ 1 ആണ്. 44 നോക്കുകയാണെങ്കിൽ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിനെ കുറിച്ചിട്ടാണ് അല്ലേ. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിനെ കുറിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ കണക്റ്റിവിറ്റിയാണ് come to the AC main to supply of 220 volt is made to operate at 11 volt 45 watt lamp. Ignoring the power loss in the transformer, what is the current in the primary circuit? ഇപ്പോൾ കറണ്ട് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ 44 ഒക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആൻസർ എന്ന് പറയാം 44 പറഞ്ഞാൽ 0.2 ആംപിയർ ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് 45th ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എ സീരീസ് ഓഫ് LCR സർക്യൂട്ട് കണ്ടെയ്നിങ് 5 Henry ഇൻഡക്ടർ ആൻഡ് 80 microfarad capacitor and 40 ohm resistor is connected to 230 variable frequency AC source. So the angular frequency of the source at which power transferred to the circuit is half the power at the resonant angular frequency. അപ്പോൾ resonant angular frequencyയിലുള്ള പവറിനെക്കാട്ട് ഹാഫ് ആണ് എന്ത് ഈ ഒരു ആംഗുലർ ഫ്രീക്വൻസിയിലുള്ള അയച്ചു കൊടുത്തതാണെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ്? അങ്ങനെ ആവണമെന്നുണ്ടെങ്കിൽ എന്താ? ആ ഫ്രീക്വൻസീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ദ ആംഗുലർ ഫ്രീക്വൻസി ഓഫ് ദ സോഴ്സും ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈസ് ഹാഫ് ദി പവർ അറ്റ് ദി റെസൊണന്റ് ഫ്രീക്വൻസി ആർ ലൈക്ലി ടു ബി. അപ്പോൾ ഏതൊക്കെ ആയിരിക്കണം എന്നാണ് നമുക്ക് പറയുന്നത്? 46 റേഡിയൻ പെർ സെക്കൻഡും അതേപോലെ തന്നെ 54 റേഡിയൻ പെർ സെക്കൻഡും ആണ് 45th ക്വസ്റ്റിന്റെ ആൻസർ. അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഫോർ എ ഗിവൺ സർക്യൂട്ട്. ഓക്കെ, ഇവിടെ സർക്യൂട്ട് വന്നിട്ടുണ്ട്. എന്താണ്? അപ്പോൾ ഇവിടെ നമുക്ക് ലോജിക് ടേബിൾസ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞല്ലേ. അപ്പോൾ ലോജിക് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഫോർ ദ ഗിവൺ സർക്യൂട്ട് ദി ഇൻപുട്സ് ഡിജിറ്റൽ സിഗ്നൽസ് ആർ അപ്ലൈ അറ്റ് ദ ടെർമിനൽസ് A and B and C. Okay, what would be the value of the output at the
ടെർമിനൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 0 1 അല്ലെ 0 1 എന്നൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു സർക്യൂട്ടിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഏതാണ് ഓപ്ഷൻ വരുന്നത് അറിയോ? ഓപ്ഷൻ 3 1 ആണ് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ 3 ആണ് വരുന്നത്. സോ ഈ ലോജിക് ഗേറ്റ് ഒക്കെ വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ലോജിക് ഓപ്പറേഷൻ ടേബിൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ കിട്ടാവുന്നതാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, 47 നോക്കുക. അപ്പോൾ 46ന്റെ ഓപ്ഷൻ ഏതാ വന്നിരിക്കുന്നത്? 46ന്റെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 3 ആണ് വന്നിരിക്കുന്നത്. സോ 47 നോക്കുകയാണെങ്കിൽ the 3 resistors having R1, R2, R3 are connected as shown in figure. The ratio of I3 divided by I1 or I3 to I1 of the currents in terms of the resistance used in the circuit. അപ്പോൾ I1 ഏതാണ്, I3യും I1 തമ്മിലുള്ള റേഷ്യോ I3/I1 ആണ് ചോദിച്ചിരിക്കുന്ന റേഷ്യോ. അപ്പോൾ I3/I1ന്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് 47ന്റെ ആൻസർ എന്ന് പറയുന്നത് R2 plus R3 ആണ് വരുന്നത്. R2 plus R3 ആണ് ആൻസർ വരുന്നത്. സോ 47 തേർഡ് ഓപ്ഷൻ ആണ് വരുന്നത്. 48 നോക്കുകയാണെങ്കിൽ a car starts from the rest and accelerates at 5 meter per second square at t equal to 4 seconds. The ball is dropped out of the window by a person sitting on a car. Okay, what is the velocity and the acceleration of the ball? Okay, അപ്പോൾ എന്താണ് പറയുന്നത്, ഒരു ബോൾ പുറത്തേക്ക് വലിച്ചെറിയാണ് അല്ലേ, അപ്പോൾ ഡ്രോപ്പ് ചെയ്യാണ്. അപ്പോൾ ഡ്രോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ബോളിന്റെ വെലോസിറ്റി ആക്സലറേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ 48ന്റെ ആൻസർ വരുന്നത് നമുക്ക് എന്താണ്, ഓപ്ഷൻ 1 ആണ്. 20√2 മീറ്റർ പെർ സെക്കൻഡ്, അതേപോലെ 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് എന്ത് വരുന്നത്, വെലോസിറ്റി ആക്സലറേഷൻ വരുന്നത്. അപ്പോൾ 49th ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ എ പാർട്ടിക്കിൾ മൂവിംഗ് ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് ആർ വിത്ത് എ യൂണിഫോം സ്പീഡ് ടേക്സ് അറ്റ് time t to complete one revolution. അപ്പോൾ 1 revolution complete ചെയ്യാൻ t ടൈം എടുത്തിട്ടുണ്ട്. If the particle were projected at the same speed at an angle theta with the horizontal, what is the maximum height it attained by a equals 4 ആണ്. ഓക്കെ, മാക്സിമം ഹൈറ്റ് എത്രയാണ് ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്, 4 റേഞ്ചിന് ഈക്വൽ ആണ് തന്നിട്ടുണ്ട്. then the angle of the projection theta, അങ്ങനെയാണ് ഈ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓക്കെ സോറി, ഇത് റേഞ്ച് അല്ല, സോറി റേഡിയസ് ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാക്സിമം ആണ്. അപ്പോൾ 4 റേഡിയസിന് ഈക്വൽ ആണ് എന്ത്, മാക്സിമം ഹൈറ്റ് അറ്റൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ തീറ്റ ആംഗിളിൽ പ്രൊജക്ട് ചെയ്തപ്പോൾ. അങ്ങനെയാണെങ്കിൽ 49th ആൻസർ നമുക്ക് കിട്ടിയിരിക്കുന്നത് എത്രയാണ്, ഓപ്ഷൻ 1 ആണ് നമുക്ക്. ഓക്കെ, തീറ്റ ഈക്വൽ ടു sin inverse 2gt² divided by pi² into r. ഓക്കെ, അപ്പോൾ sin inverse √2gt² divided by pi² ആണ് നമുക്ക് ഓപ്ഷൻ വരുന്നത്. അങ്ങനെയാണെങ്കിൽ 50th ക്വസ്റ്റ്യൻ നോക്കുക. In the product f equal to qvb equal to qv into bi plus bj plus b naught k. Okay, that is bk. If for q equal to 1, v equal to v തന്നിട്ടുണ്ട്, q എന്ന് പറഞ്ഞാൽ 1 ആണ് തന്നിട്ടുണ്ട്, f എന്ന് പറഞ്ഞാൽ തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ b യുടെ വാല്യൂ എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ എന്ത് ചെയ്യാം, ഡിറ്റർമിനൻസ് വെച്ച് ഫൈൻഡ് ഔട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 50യുടെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ 3 ആണ് വരുന്നത്. -6i -6j -8k ആണ് നമുക്ക് ഓപ്ഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഏതുള്ള ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ഉള്ളത്. അപ്പോൾ ആൻസർ കീ മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്തു പോയത്. നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസിന്റെ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഫർദർ ആയിട്ട് വീഡിയോ ഇടുന്നതാണ്. സോ സ്റ്റേ ട്യൂൺഡ്.